ഹലോ, അസ്സലാമു അലൈക്കും. ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. 20 കിലോ ബിരിയാണി, അതായത് 20 കിലോ ബിരിയാണിക്ക് 4 ചിക്കൻ 40 പീസാക്കിയിട്ട്. അപ്പം അതിന് വേണ്ട സാധനം 4 ചിക്കൻ, 5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വിനാഗിരി, പിന്നെ ചുവപ്പ്, കുറച്ച് ഫുഡ് കളർ. എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ആദ്യം ആവശ്യത്തിനുള്ള വിനാഗിരി ഒരു 4 ടേബിൾ സ്പൂൺ മതി. ഞാനിങ്ങനെ ഒഴിക്കുന്നതുകൊണ്ട് ഒരു ഓർഡറാണ്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കോൺഫ്ലവർ ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ കുറച്ച് ഫുഡ് കളർ. ഫുഡ് കളർ കുറച്ച് മതി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതെല്ലാം ഒന്നിച്ച് യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചിക്കൻ മസാലയും കുരുമുളക് പൊടിയും പൊരിച്ചെടുക്കുമ്പോൾ ചേർക്കലില്ല, മസാലയിലേക്കാണ് ഇതെല്ലാം ചേർക്കൽ. പിന്നെ 20 കിലോ ഫുഡിനുള്ള ഉള്ളി 2 കിലോ ആണ്, 1.5 കിലോ തക്കാളി, 200 വെളുത്തുള്ളി, 200 പച്ചമുളക്, 200 ഇഞ്ചി. ഇത് ഇതാക്കി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ വെക്കാം. പിന്നെ എത്രയും 4 മണിക്കൂറും വെക്കാം. പക്ഷെ എനിക്ക് ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് 2 മണിക്കൂറേ വെക്കാൻ സമയമുള്ളൂ. തക്കാളി, ഉള്ളി ഇതെല്ലാം മുറിക്കാം. ഉള്ളിയെല്ലാം തൊലികളിൽ നിന്ന് എടുക്കണം. വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരു കൈ കൊണ്ട് മാത്രമായതുകൊണ്ട് എല്ലാം പറ്റുന്നില്ല കാണിക്കാൻ. ഞാൻ 8 വർഷമായിട്ട് കാറ്ററിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 ദിവസമായതേയുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്ത്, ഗരം മസാല വറുത്ത് പൊടിക്കണം. ഉള്ളി, തക്കാളി തൊലിയെല്ലാം കളഞ്ഞ ഉള്ളീൻ്റെ കഴുകിയെടുത്ത് ഇനി ഉള്ളി തക്കാളി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. ഉള്ളി തക്കാളി മുറിച്ചെടുത്ത്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ച്, ഗരം മസാല പൊടിച്ചത്, 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ വറുത്തത്, എല്ലാ ചിക്കൻ ഇതേപോലെ വറുത്തെടുക്കണം. തക്കാളി മുറിച്ച് വെച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ച്, ചിക്കനെല്ലാം വറുത്തെടുത്ത്. ഇനി ഒരു ചെമ്പ് തീമ വെച്ച് ഇതിലേക്ക് ചിക്കൻ പൊരിച്ച എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മസാല ആക്കി എടുക്കണം. ചിക്കൻ പൊരിച്ച എണ്ണയാണ് നമുക്ക് അതിലേക്ക് ഉള്ളി ഇടാം. അതായത് 1 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടാണ് ചിക്കൻ പൊരിച്ചത്. അപ്പം പൊരിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള കുറച്ച് കുറയും. അതിന് കുറച്ച് അതിൻ്റെ പകുതി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി പൊരിച്ചെടുക്കണം, വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ളി ശരിക്കും പൊരിഞ്ഞ് വന്ന് ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്നവരെ വെക്കണം. തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇട്ടാ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. ചിക്കൻ ഇടുമ്പോൾ
ചിക്കനെല്ലാം ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഉപ്പിട്ടാൽ മതി. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ഉള്ളി ഇതെല്ലാം വന്ന് നന്നായിട്ട് നല്ല മണം വന്ന് ഇനി 50 ഗ്രാം കുരുമുളക് പൊടി ഇടാം. 50 ഗ്രാം തന്നെ വേണം കുരുമുളക് പൊടി. 100 ഗ്രാമിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പകുതിയിലധികം ചിക്കൻ മസാലപ്പൊടി ഇടണം. ഫുള്ളിടണം, കുറച്ചേ ബാക്കിയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ നല്ലോണം കുറച്ചിട്ട് 5 തണ്ട് കറിവേപ്പില, തൈര് ഒഴിക്കാം. ഇത് തൈരിൻ്റെ പകുതി. 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് മതി. മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും മസാലയിൽ വേണ്ട. മല്ലിപ്പൊടി ബിരിയാണിക്ക് ആവശ്യമില്ല. മസാല റെഡിയായി. ഇനി കുറച്ച് മല്ലിച്ചപ്പ് പുതിന ഇടണം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറുണ്ടാക്കാം. തനിമ റൈസ്. ഇത് 4 കിലോ റൈസ്. 4 കിലോ ഒന്നുമില്ല, ഒരു പാത്രത്തിൽ എത്ര ഉണ്ടാവുമെന്ന് അതിന് കണക്കായിട്ട് ഒരു പാത്രം അരിക്ക് 1.25 പാത്രം വെള്ളം. ഇതിപ്പം 3/4 പാത്രം അരി, അപ്പം ഒരു പാത്രം വെള്ളം മതി. പിന്നെ 200 RKG 200 ഡാൽഡ, 1 ലിറ്റർ ഓയിൽ, പിന്നെ 100 ഗ്രാം ക്യാരറ്റും 150 ഗ്രാം ഗ്രീൻ പീസും. ചെമ്പ് തീമ വെച്ച് ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഡാൽഡ ഇട്ട് പിന്നെ RKG. അമൂൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഉള്ളി വാട്ടുന്ന ഒന്നും ആക്കുന്നില്ല, വെള്ളം തീമ വെച്ചിട്ട് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 3/4 ലിറ്റർ ഓയിൽ, പിന്നെ ഗ്രീൻ പീസും ക്യാരറ്റും, പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ്. അരി കഴുകി വെച്ചത് ഇനി അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നു. അടിയിൽ കുറച്ച് തീയും ബാക്കി തീ മേലക്കോരി ഇട്ടിട്ട് ദമ്മിട്ടിട്ടുണ്ട്. ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചെടുത്ത് ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന, ഗരം മസാല, ഫുഡ് കളർ, മഞ്ഞ കളർ ചേർത്ത് കൊടുക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി പൊരിച്ചെടുത്തത് അതും ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് കളർ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില, പുതിന, പിന്നെ കുറച്ച് ഗരം മസാല. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയെല്ലാം വറുത്ത് വെച്ചത് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ബിരിയാണി എല്ലാം റെഡിയായി. ഓക്കെ, ഇനി കൊടുത്തുവിടണം.